ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈശ്വര, ഇതെല്ലാം ഹൃദ്രോഗത്തിനുള്ള മരുന്നുകൾ തന്നെയാണല്ലോ. രക്തം കട്ടപിടിക്കുന്നത് തടയാനും സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകളാ ഞാൻ ഈ കഴിച്ചതെല്ലാം. ഈശ്വര, ഇതെല്ലാം ഹൃദ്രോഗത്തിനുള്ള മരുന്നുകൾ തന്നെയാണല്ലോ. രക്തം കട്ടപിടിക്കുന്നത് തടയാനും സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകളാ ഞാൻ ഈ കഴിച്ചതെല്ലാം. ഈ തലവേദന അല്ലാതെ മറ്റെന്തെങ്കിലും പ്രോബ്ലം സമൃദ്ധിക്കുണ്ടോ? ബൈ ബർത്തുള്ള ഒരു ഹാർട്ട് പ്രോബ്ലം സമൃദ്ധിക്കുണ്ട്. സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാ. അപ്പോ ഗോകുല ഡോക്ടർ ഹർഷനോട് പറഞ്ഞത് ശരിയാ. ഞാനൊരു ഹൃദ്രോഗിയാ. എന്റെ അന്വേഷണങ്ങളെല്ലാം എന്നിൽ തന്നെ അവസാനിച്ചല്ലോ ദൈവമേ. മാഡം വന്നിട്ടേ ഉറങ്ങുന്നു പറഞ്ഞ് വാശി പിടിച്ച് കുറേ നേരം ഇരുന്നു. ഇപ്പോഴാ ഒന്ന് ഉറങ്ങിയത്. ഇപ്പോ കുറച്ച് വാശി കൂടുതലാ മാഡം. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ. എല്ലായ്പ്പോഴും എനിക്ക് അവളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. മാഡത്തിന്റെ തിരക്ക് മനസ്സിലാക്കാനുള്ള പ്രായം മോൾക്ക് ആയിട്ടില്ലല്ലോ. മോള് ഫുഡൊക്കെ കഴിച്ചില്ലേ? ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. നീ പൊയ്ക്കോ. ഈ പാത്രക്കകത്ത് ഇങ്ങോട്ട്
നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുന്നേ? ഇഡലിയോ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശമാവില്ലല്ലോ. പുട്ടുണ്ടാക്കാണെങ്കിൽ പുട്ടുപൊടിയില്ല. എടി, അവിടെ കുറച്ച് റവ ഇരിപ്പില്ലായിരുന്നോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ആ, എന്നാ പിന്നെ ഗോതമ്പ് പൊടിയുണ്ടേ എന്തെങ്കിലും ഉണ്ടാക്കാം. അതിന് ഗോതമ്പ് പൊടി എവിടെ ഇരിക്കുന്നു? അതെടുത്ത് കഴിഞ്ഞ ദിവസം ഇലയുടെ ഉണ്ടാക്കി കുട്ടിയൊക്കെ കൊടുത്തു. അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. ശോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്കെങ്ങനെ അറിയാം? ആ, മീരടുത്തേക്ക് എന്ത് പറ്റി? കയ്യിലെ കാശ് തീർന്നാ പിന്നെ അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തെങ്കിലും നോക്കണ്ടേ? ആ, ഒരു വഴിയുണ്ട്. അകത്ത് കുറച്ച് ചോറ് ബാക്കിയിരിപ്പില്ലേ? അതെടുത്ത് എന്ത് ചെയ്യാനാ? ആ, അതൊക്കെ ഉണ്ട്. രാവിലെ നല്ല ഉഗ്രം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തരാം. ഫ്രിഡ്ജില് നല്ല ഒന്നാന്തരം തൈര് ഇരിപ്പുണ്ട്. നാരങ്ങ അച്ചാറും ഉണ്ട്. ഇന്നലത്തെ മീൻകറി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ആ, അതുകൂടാതെ നിനക്ക് ഇഷ്ടപ്പെട്ട പാവയ്ക്ക അച്ചാറും ഉണ്ട്. പിന്നെ ഒരു സൂപ്പർ ഐറ്റം ഉണ്ട്. അതെന്താ? നല്ല ഒന്നാന്തരം ഉണക്കമീൻ. ഹാ, അതിന്റെ 2-3 കഷ്ണമിട്ട് 2 പച്ചമുളകും കീറിയിട്ട് വഴറ്റിയ ആഹാ. പിന്നെ ഒരു പ്ലേറ്റ് പഴങ്കഞ്ഞി കുടിക്കാൻ വേറെ ഒന്നും വേണ്ട. നല്ല രുചിയുള്ള പഴങ്കഞ്ഞി. എന്താ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന്? അടിപൊളി. ഇത് തകർക്കും. ആ, ആന്റി പറയുന്ന കേട്ടപ്പോ തന്നെ നാവില് വെള്ളം ഊറും. ആണല്ലേ? പണ്ടൊക്കെ കഷ്ടപ്പാടിന്റെ കാലത്ത് ആന്റി ഒരുപാട് പഴങ്കഞ്ഞി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടേ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടൊന്നും ഈ ആന്റിക്ക് ഒരു പുത്തരിയല്ല. മനസ്സിലായോ? ചാരായം കുടിക്കാത്തോരുണ്ടോ? അന്ന മുട്ടും താറാവാട്ടും പെച്ച് കുടിയടാ, വേഗം കുടിയടാ, വേഗം കുടിയടാ, കുടിയടാ, കുടിയടാ. തറവാട്ട് പേച്ച് കുടിച്ചോടാ, വേഗം കുടിച്ചോടാ, വേഗം കുടിച്ചോടാ, 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 കുടിച്ചോടാ. നീ അടിക്കൂ. ഇങ്ങനെയൊക്കെ കുടിച്ചാ കൂമ്പ് അടിപ്പൂ. അടിച്ച് ചാവാൻ തീരുമാനിച്ച ഇത് മൊത്തം കൂടെ ഒറ്റയ്ക്ക് കയറ്റിയാലേ ഞാൻ പിന്നെ എന്തോ ചെയ്യോളാം.